എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ദാക്കു മഹാരാജ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ കല്യാണം ഒത്തു വന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് നടിച്ചു. കുറെ നാള് കൂടിയിട്ട് ചെറുത് കൈ കിട്ടിയതാണ്. എനിക്ക് കിട്ടാറില്ലേ, മൊത്തം ഇങ്ങോട്ടാണ് പോകുന്നത്. എൻജോയ്മെന്റ് ഇവർക്കാണ്. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാഞ്ഞിട്ട് വൈറ്റമിൻ ഡി വരെ കുറഞ്ഞു. സൂര്യൻ ഇന്നെ കാണാൻ കിട്ടുന്നില്ല. ഇങ്ങനെ ആളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സൂര്യനെ അറിഞ്ഞൂടാ. സൂര്യനല്ല, ഭൂമിക്ക് തന്നെ അറിഞ്ഞൂടാ. കട്ടലയിലല്ല ഭൂമിക്ക് അറിയാം, ഒരു സാധ്യതയില്ല. ഭൂമിക്ക് ഞാനും ഇവനും ഉണ്ട് ഇവിടെ എന്നുള്ളത് ഭൂമിക്ക് ശരിക്കും അറിയാം. കാരണം അത്രയും വലിയ ഭാരമാണ്. ഓക്കെ, എന്തായാലും ദാക്കു മഹാരാജ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. കാത്തിരുന്ന് അല്ലെ ഒരു സിനിമയ്ക്ക് അല്ലെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ കേട്ടോ ദാക്കു മഹാരാജ. അത് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതാ. അതായത് ഒരു സങ്കടം ഞങ്ങൾ ബോധിപ്പിച്ചതാണ്. അതായത് നമ്മുടെ നാട്ടില് തിയേറ്ററിൽ ഇത് എന്തായാലും റിലീസിനെത്തൂല. മഹാരാജ 12-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ബോബി കൊല്ലിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ മികച്ചതായിരുന്നു. ഒരൊറ്റ ഒഴികെ ലേറ്റസ്റ്റ് സോങ് അതൊരു സത്യം വെട്ടി പൊളിക്കുന്നു. എന്തായാലേ അതിന് ബോബി കൊല്ലിനോട് തന്നെ കേട്ടോ. മൂപ്പരൊക്കെ ആ ഡാൻസ് കളിക്കാൻ ഏൽപ്പിച്ചാലേ അതൊക്കെ സമ്മതിച്ച ആളെ. അയ്യോ, എന്താണത് ഭീകരം. അത് വല്ലാത്തൊരു സംഭവം തന്നെ. പറയുമ്പോ എല്ലാം പറയണല്ലോ, ഒരു രസമാണ്. അതായത് ഇതിന്റെ ഒരു തേർഡ് സിംഗിളാണോ സെക്കൻഡ് സിംഗിളാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു കുട്ടിയുടെ കൂടെയുള്ള ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ. ഇതുണ്ടോ, ചിന്നി എന്ന് പറഞ്ഞ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾ പോസ്റ്റ് ചെയ്തിട്ട് ഒരു കമന്റ്, ഇപ്പതാൻ ബാലയ്യ വയസ്സുക്ക് അതെ. അപ്പോ ദാറ്റ് ഗേൾ ഈസ് ബാലയ്യ സിസ്റ്റർ. അതായത് അച്ഛനും മകളുമായിട്ടായിരിക്കും വരുന്നത് എന്നുള്ളതാണ് കൊടുത്തത്. പക്ഷെ അടിയിൽ റിപ്ലൈ ആളെ സിസ്റ്റർ ആയിട്ടായിരിക്കും കുട്ടിയെന്ന്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ജസ്റ്റ് ഫണ്ണ്, ജസ്റ്റ് ഫോർ ഫണ്ണ്. നമ്മുടെ ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു തുടക്കം മുതലേ. അതിനുശേഷം അത് ദുൽഖർ നിരസിച്ചു എന്നുള്ള രീതിയിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ബോബി കൊല്ലി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഈ സിനിമയുടെ ഭാഗമല്ല. പിന്നെ അതായത് സ്ക്രിപ്റ്റിൻ്റെ സമയങ്ങളിൽ ഒരു നല്ല കഥാപാത്രം ദുൽഖറിനെ വെച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഇവർ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാമിയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അതെ അതെ അതെ. അപ്പം എന്തായാലും നോക്കണ്ട. ఓకే ఒఫీషియల్ ట్రైలర్ കാണാം. అన్నదన్నగా ఒక రాజు ఉండేవాడు. చెప్పేవాళ్ళంతా ఆయన్ని డాకు అనేవాళ్ళు. మాకు మాత్రం మహారాజు. నమస్తే సీతారాం గారు. రెండు లుక్స్లాలే. నానాజీ అమ్మ. నీకు నువ్వే జియాని పెట్టుకుంటే నేను నీకు రెస్పెక్ట్ ఇవ్వాలా? ഇതാണ് ആ പാട്ടിലുള്ള സംഭവം. പാട്ടിന്റെ തുടക്കം. Both are not same. చెప్పింది వినాలి, ఇచ్చింది తీసుకోవాలి. ఏంట్రా ఇది ఇంత ప్రెస్టేషన్ గా ఉన్నాడు? బిజినెస్ చేయడం మా ఫ్యామిలీ వృత్తప్ప. ఈ అడవిలో ఎన్నో మృగాలు ఉన్నాయని భయపడుతున్నా. ఈ ఎలుగుబంటి పులి వస్తే ఇక్కడ ఉన్నాడమ్మా.
Michael Jackson. ഓക്കെ, മോനെ. കിടിലൻ ട്രെയിലറാട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ബാലയ്യന്റെ സിനിമ വരുന്ന സമയത്ത് ആളുടെ സിനിമകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇത് അങ്ങനത്തെ ഒരു സംഭവം അല്ല കേട്ടോ. ഇതിന്റെ എല്ലാം കിടിലൻ അപ്ഡേറ്റ്സുകളായിരുന്നു. ഇപ്പോൾ അതിൽ കോണ്ടസെല്ലത് ആ കോണ്ടസെൽ വരുന്നത് ഇതിന്റെ ആദ്യത്തെ ഗ്ലിംസ് ആയിരുന്നു. അത് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു ബോക്സ് വെച്ചിട്ട് തുറന്നിട്ട് ഒരുപാട് ടൂൾസ് എടുക്കുന്നില്ല, അതായിരുന്നു ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ. എല്ലാം കിടിലൻ സംഭവം തന്നെയാണ്. എനിക്ക് അതൊക്കെ ഓക്കെയാണ്, ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ റിലീസ് ഉണ്ടാവണേന്ന് വിചാരിച്ചപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സിംഗിൾ ലിറിക്കൽ വീഡിയോ വന്നായിരുന്നു. അതില് കുറച്ച് ഷോട്ടുകളേ ഉള്ളൂ. ആ സാധനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായിരുന്നു ഗംഭീര സാധനമാണ്. സോങ് സൂപ്പർ സോങ്. അതെ, അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആടാ ഇത് കാണട്ടോ തിയേറ്ററിൽ. കാരണം ആളുടെ ഇങ്ങനത്തെ ഒരു ഐറ്റം വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സാധനമായിരിക്കും. സംഭവം ആൾക്ക് അതിനുള്ളൊരു ഇതുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ഓറ ഫീൽ ചെയ്യും. അതന്നെ ഒരു പവർ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പവർ ആൾക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്കതങ്ങോട്ട് ഫീൽ ചെയ്യും ശരിക്കും. ആ ഒരു സംഭവം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ശരിക്കും ബാലയ്ക്ക് തന്നെയാണ് വേണ്ടത്. എന്തായാലും ഇതൊരു ഗംഭീര സിനിമയാകും എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അപ്ഡേറ്റ്സുകളൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നെ ഇതിലാ കുട്ടി നമ്മുടെ നായികയുടെ ബാക്കിലടിക്കുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ഈ സോങ്ങിലെ മെയിൻ കണ്ടന്റ്. സത്യം. അതായത് ആ സോങ്ങിലേക്ക് വരുന്ന സംഭവങ്ങൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഈ കുട്ടി ഇങ്ങനെ മേ ബി കാണുന്ന സമയങ്ങളിലൊക്കെ അടിക്കുന്നുണ്ടാവാം. അത് തെറ്റിദ്ധരിക്കുന്നു, അത് നടി തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ ബാലയ്യാണ് ഇത് ചെയ്യുന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവർ സെറ്റായതിനു ശേഷം ഈ സോങ് വരുന്നു. അപ്പൊ ശരിക്കും അതായത് ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, അല്ല തെറ്റിദ്ധരിച്ചു വെച്ചില്ലേ, അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. അതായത് അപ്പ ആ സോങ് കഴിഞ്ഞപ്പം നായികക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തിനാ വെറുതെ തെറ്റിദ്ധരിച്ചത്. അത് അങ്ങനത്തെ അടിയായിരുന്നില്ലല്ലോ അതിലെ. മറ്റേന്ന് പറഞ്ഞ ഒരു മയം ഉണ്ടായിരുന്നു. ഇത് കോടാരി കൊടുത്ത് എങ്ങനെ ഉണ്ടാവും മരം മുറിക്കണേ അതേപോലെ. എന്താണതില്ലേ, എന്ത് ക്രിഞ്ചാണത്. അയ്യോ, ആ സോങ് ഒക്കെ ഭയങ്കര ബോറ് തന്നെ ആയിരിക്കും കേട്ടോ. അതിരുന്ന് കാണുമ്പോഴും തിയേറ്റർ കാണുമ്പോഴേ ആ സാധനം. നമ്മൾ ഈ ഫീലിങ്സിന്റെ സംഭവല്ലേ, ഞങ്ങൾ അതിന്റെ ട്രോളി കൊണ്ട് ആണ് അതിന്റെ റിയാക്ഷൻ ചെയ്തത്. ശരിക്കും ഒരു റോസ്റ്റ് പോലെ, ഏത് നമ്മുടെ പുഷ്പാറ്റൂലെ. അതിലെ വരികൾ കൃത്യമാണ്, നമുക്ക് വ്യക്തമാവും എന്ത് ഇങ്ങനെ ഒരു സംഭവം ആണ് ഇതിന് മുൻപ് നടക്കാൻ പോകുന്ന സീനുകൾ എന്നൊക്കെ നമുക്ക് വ്യക്തമാവും. ആ സോങ് കാണുന്നവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ ചിലരൊക്കെ അന്ന് തെറി വിളിച്ചത്. അതായത് ഫീലിങ്സ് വരുന്നു, തൊട്ടാലും പിടിച്ചാലും അവിടെ തൊട്ടാലും ഒക്കെ എനിക്ക് ഫീലിങ്സ് ആണ്, ചെയ്തിട്ട് പോകാന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ അർത്ഥം. ആകെ ഫീലിംഗ് കൊണ്ടൊരു കളിയായിരുന്നു. അത് തന്നെയാണ് അതിലെ സംഗതി. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. ഇതിലെ ഈ രംഗങ്ങൾക്ക് അതിൻ്റെതായ ബന്ധങ്ങളുണ്ട്. അതിന്റെ ബന്ധം ആ കുട്ടിയിൽ നിന്ന് തുടങ്ങുന്നു. കൊച്ചാണ്, ഇപ്പൊ ആരാണെങ്കിലും പെങ്ങളാണെങ്കിലും മകളാണെങ്കിലും മകളെന്നെ. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ ഇവിടെ റിലീസ് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഒരു എല്ലാ ഭാഷയിലേക്കും വരുമായിരുന്നെങ്കിൽ ചിലപ്പം മേ ബി വന്നിരുന്നേനെ. മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഹിറ്റായി കഴിഞ്ഞാൽ വന്നേക്കാട്ടോ. യെസ്. അപ്പം എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.